ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? മാധുമടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ സൺഡേ ആയിട്ട് സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് നമ്മുടെ ഒരു ഫുഡ് ഐറ്റം ആണ്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് കിഴി പൊറോട്ട എന്ന് പറയുന്നൊരു വിഭവമാണ് കേട്ടോ. അതിന് നമുക്ക് പൊറോട്ട വേണം, അതുപോലെ തന്നെ കറി വേണം, പിന്നെ മെയിനായിട്ട് വേണ്ടത് വാഴയിലയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 വാഴയിലയൊക്കെ സെറ്റാക്കി എടുത്തു. അത് ആദ്യം തന്നെ തീയിൽ വെച്ച് നല്ല പോലെ വാട്ടിയെടുക്കണം കേട്ടോ. വാട്ടിയെടുത്തതിന് ശേഷം പുറകിലത്തെ ആ തണ്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞേക്കണം, അല്ലെങ്കിൽ നമുക്കത് കിഴി കെട്ടാനായിട്ട് പാടാണ്. അതുകൊണ്ട് നമ്മൾ പിന്നെ അടുത്തതെടുക്കുന്ന നമ്മൾ ബീഫ് കറിയാണ് കേട്ടോ. അപ്പം നമ്മൾ വെച്ചിരിക്കുന്ന ബീഫ് കറിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പൊറോട്ടയും എടുത്തിട്ടുണ്ട്. മിനിമം 3 പൊറോട്ടയെങ്കിലുമാണ് ഒരു കിഴിയിൽ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ പൊറോട്ടയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പൊറോട്ട എടുക്കാതെ ഇലയിൽ വെച്ചതിന് ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന കറി കുറേശ്ശെ അതിലേക്ക് ഇടുക. അത് മൊത്തത്തിൽ എത്തുന്ന രീതിയിൽ നമ്മൾ അത് മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചതിന് ശേഷം രണ്ടാമത് വീണ്ടും ഒരു പൊറോട്ട എടുത്ത് അതിന് മുകളിലേക്ക് വെക്കുക. അതിലും അതുപോലെ തന്നെ കറി നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് വെക്കുക. ചാറൊക്കെ നല്ല രീതിയിൽ ഇറങ്ങുന്ന രീതിയിൽ തന്നെ നമ്മളത് കറി മൊത്തം ഒന്ന് ഫില്ല് ചെയ്ത് വെക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ 3ാമത്തെ പൊറോട്ടയും വെച്ചാണ് ഇത് ഫില്ല് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആവി കയറ്റിയാണ് ഈ കിഴി പൊറോട്ട ഉണ്ടാക്കുന്നത്. അപ്പം ഇത് ആദ്യത്തെ സംഭവമാണ് കേട്ടോ ഞങ്ങളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചേട്ടായി ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെ ഇൻട്രസ്റ്റഡ് ആയി. കാരണം ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു കേസാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കും അതുപോലെ തന്നെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ളവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് പറയണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3ാമത്തെ പൊറോട്ടയും വെച്ച് ഇല കിഴി കെട്ടാണ് കേട്ടോ. കിഴി കെട്ടി വെച്ചതിന് ശേഷം നമുക്ക് ആവി കയറ്റി ഇതൊന്ന് റെഡിയാക്കി. നമ്മൾ വാഴയില നല്ല രീതിയിൽ അത് കിഴി പോലെ ആക്കിയിട്ടുണ്ട്. അതിനെ വള്ളിയായിട്ട് എടുത്തിരിക്കുന്നതും വാഴയുടെ തന്നെയാണ്. വാഴയുടെ നാര് കൊണ്ടാണ് നമ്മളത് കെട്ടി സെറ്റാക്കി വെക്കുന്നത്. നല്ല രീതിയിൽ ടൈറ്റാക്കി വെക്കണം, അഴിഞ്ഞു പോകരുത്. എന്നെങ്കിൽ മാത്രമേ ഇത് റെഡിയായി വരത്തുള്ളൂ. നമ്മൾ മീനൊക്കെ ഇങ്ങനെ ഇലയിൽ പൊള്ളിച്ച് കഴിക്കില്ലേ, അപ്പം ആ ഇലയുടെ ഒരു സ്മെല്ലും കൂടി വരുമ്പോഴേക്കും ആ മീനിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇത് സെയിം തന്നെയാണ് നമുക്ക് ഈ കിഴി പൊറോട്ടയ്ക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ഞാൻ അടുപ്പിൽ ഇഡ്ഡലിത്തട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാത്രം വെച്ച് നമ്മൾ ആവി കയറ്റി നമ്മുടെ കിഴി പൊറോട്ട റെഡിയാക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, മിസ്സാക്കരുത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ അപ്പു അങ്ങനെ നമ്മുടെ കിഴി പൊറോട്ട കൊണ്ടുവരിക കേട്ടോ. ദീപം കൊണ്ടുവരുന്ന പോലെ കേട്ടോ കൊണ്ടുവരുന്നത്. അങ്ങനെ അവളത് കൊണ്ടുവന്ന് നമുക്ക് ഇതിനകത്തേക്ക് വെച്ചേക്കാം. കിഴി നമ്മൾ എന്ത് ചെയ്തു, ഇഡലി തട്ടിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ആവി കയറ്റി നല്ല രീതിയിലൊന്ന് വെന്ത് വരണം. 2ഉം കറിയാണ് എങ്കിലും അത് നല്ല രീതിയിൽ എല്ലാം പൊറോട്ടയിൽ കറിയുടെ എല്ലാം ഗ്രേവി എല്ലാം പിടിച്ച് നല്ല രീതിയിൽ സെറ്റാക്കണമെങ്കിൽ മിനിമം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എങ്കിലും നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കാം. ആദ്യം ഞങ്ങൾ ആവി കയറ്റി തുറന്നു നോക്കി, സെറ്റായില്ല. പിന്നെ രണ്ടാമതൊന്നും കൂടെ നമുക്കൊരു 5 മിനിറ്റും കൂടെ വെക്കാമെന്ന് വിചാരിച്ച് വെച്ചു. അങ്ങനെ നമ്മുടെ കിഴി പൊറോട്ട ഇത് ആവിയെല്ലാം കയറി ഇല കണ്ടില്ലേ, ഇലയൊക്കെ നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഇത് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം പറയാം കേട്ടോ. ഇതിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ മക്കളെ, നമ്മൾ ഈ കിഴി അങ്ങോട്ട് അഴിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് വരുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ, നമുക്ക് സഹിക്കാൻ പറ്റില്ല. അത്ര നല്ല എന്നാ പറയേണ്ട ഒരു സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ലാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ കഴിക്കാൻ തോന്നുന്നുണ്ട്. തുമ്പിച്ചനും അപ്പൂനും ഒക്കെ അവരുടെ ക്ഷമയെല്ലാം കിട്ടിയിരിക്കുകയാണ്. ഇത് കഴിക്കാനുള്ള ഒരു ത്വരയിൽ നിൽക്കുകയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും. അങ്ങനെ ഞാനത് അവർക്ക് മുറിച്ച് കൊടുത്ത് നല്ല ചൂടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുറത്ത് നല്ല തകർപ്പം മഴ നടക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ചൂടോടെ ഈ പൊറോട്ടയും കഴിക്കുമ്പോഴത്തേനും വളരെ ടേസ്റ്റാണ്. ഒരു കടിഞ്ചായയും കൂടെ ഉണ്ടെങ്കിൽ പൊളിച്ചു മക്കളെ, പൊളിച്ചു. അങ്ങനെ നമ്മുടെ ഇത് കിഴി പൊറോട്ട ഇതാ റെഡിയായിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ്. നല്ല രീതിയിൽ നമുക്കത് എൻജോയ് ചെയ്ത് കഴിക്കാനായിട്ട് സാധിക്കും. ആരും ഇത് മിസ് ചെയ്ത് പോകരുത്. എല്ലാവരും ഇത് ടേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ നല്ല ഒരു വീഡിയോ നിങ്ങൾ കണ്ടു, ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ ഇനി കാണാം.